അയ്യോ, ഇതെന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നേ? ആയിരക്കണക്കിന് ഓർഡേഴ്സ് ആണ് വരുന്നത്. ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് കഴിക്കണമെങ്കിൽ അതിന്റെ രഹസ്യം എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് തന്നെയാണ് അതിന്റെ രഹസ്യം എന്ന് പറയുക. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ടേസ്റ്റും ഇതിന്റെ ഗുണം അല്ലേ? ഈ കർക്കിടക ലേഹ്യം നമുക്ക് കർക്കിടകത്തിന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇത് ഫുൾ ടൈം കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ്. F0 വീണ്ടും വന്നിരിക്കുകയാണ് സ്മിതാസ് കർക്കിടക ലേഹ്യത്തിലേക്ക്. നിങ്ങൾ നോക്കിയേ, 100 കണക്കിന് കർക്കിടക ലേഹ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പൊ എന്റെ കൂടെ സ്മിത ചേച്ചിയുണ്ട്. ഞാൻ വീണ്ടും ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ശരിക്കും ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇവിടെ നടന്ന കാര്യങ്ങൾ നിങ്ങൾ തുടക്കം കണ്ടല്ലോ, അത് തന്നെ ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ വീഡിയോ ഔട്ടായതിനു ശേഷം? വീഡിയോ ഔട്ടായതിനു ശേഷം എന്താ പറയാ, നമുക്ക് പ്രതീക്ഷിച്ചതിന് അപ്പുറം ഒരു കോളും, അത്ര കസ്റ്റമറാണ്, നമ്മൾ അത്ര പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഒരു ആദ്യത്തെയൊക്കെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോള്, കാരണം നമുക്ക് ഒരു കോള് സംസാരിക്കുമ്പോൾ തന്നെ ഒരു 10 കോളാണ് വന്നോണ്ടിരുന്നത്. ഇത് നമുക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റാ, അത്രയൊരു കോളുകളാണ് വന്നോണ്ടിരുന്നത്. ശരിക്കും ആളുകൾ അത്രമാത്രം ആളുകൾ ആഗ്രഹിക്കുകയാണ് കർക്കിടകത്തിൽ ഏറ്റവും നല്ലൊരു കർക്കിടക ലേഹ്യം കിട്ടാൻ വേണ്ടിട്ടല്ലേ? തീർച്ചയായും. ആ കോൾസ് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രയാസങ്ങൾ നമ്മൾ കസ്റ്റമറിന്റെ ഓർഡർ അനുസരിച്ച് അവരിൽ കറക്റ്റ് സമയത്ത് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് നേരിട്ടു. ഡെയിലി നമ്മൾ കർക്കിടകയിലേക്ക് ആക്കുന്നുണ്ട്. എന്നാൽ ഇത്ര കോഴ്സ് വന്നപ്പോൾ നമ്മുടെ കണക്കുകൾ തന്നെ തെറ്റിപ്പോയി, എല്ലാം അങ്ങോട്ട് പോയി അല്ല, കൈമങ്ങോട്ട് വിട്ടുപോയി. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരുടെയും കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ ഓർഡേഴ്സ് വരുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി മിക്ക ആൾക്കാർ കുറച്ച് കളി. ക്വാളിറ്റിയിൽ നിങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തി? ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും നമ്മൾ കാണിച്ചിട്ടില്ല. എല്ലാ കസ്റ്റമറിലും അവർക്ക് എത്ര ടേസ്റ്റോട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു ലേഹ്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയത് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കാഷ്യൂ ആണ് കേട്ടോ. അതെ, നമ്മൾ ഇതിൽ നിറച്ച് കാഷ്യൂ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കസ്റ്റമർക്ക് തന്നെ നല്ല ഇഷ്ടത്തോടു കൂടി കസ്റ്റമർ തന്നെ പറയുന്നുണ്ട്, തേങ്ങാക്കൊത്തെല്ലാം കഴിക്കും പോലെ ഒരു ഫീലിങ്സ് ആണ് കിട്ടുന്നതെന്ന്. അത്രയും വലിപ്പത്തിൽ തന്നെ കാഷ്യൂ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അതെ. ഇത്രമാത്രം പ്രോഡക്റ്റ് ഒന്നിച്ചിട്ടുള്ള ഓർഡേഴ്സ് വന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു? ഞങ്ങളുടെ ചലഞ്ച് പ്രൊഡക്ഷൻ തന്നെയായിരുന്നു. ഇത് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല. ഒരു ദിവസം തന്നെ 100 കണക്കിന് കോൾസ് ആണ് വരുന്നത്. ഇച്ചിരി ആളുകളിലേക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കാനുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്തായാലും ഇത് ഡിലേ ആവാൻ സാധ്യതയില്ലേ? ഡിലേ ആയിട്ടുണ്ട്. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കർക്കിടക ലേഹ്യം നമുക്ക് കർക്കിടകത്തിന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. മഴക്കാലം ആയതിനാൽ കൂടുതലായിട്ട് രോഗപ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കർക്കിടകത്തിൽ തന്നെ കഴിക്കാൻ പറയുന്നത്. ഇത് ഫുൾ ടൈം കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ്. ഏതൊരു പ്രോഡക്റ്റ് ആണ് ഒരു തവണ വാങ്ങിക്കാന്ന് പറയുന്നത് സിമ്പിൾ ആണ്. വീണ്ടും വീണ്ടും വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യം, കാരണം അത് അത്രമാത്രം അവർക്ക് ഇഷ്ടപ്പെടണം. നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചവർ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വാങ്ങിയിട്ടുണ്ട്. ഒരു കസ്റ്റമർ തന്നെ 3-4 തവണ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ അന്വേഷിച്ച് വന്ന് തന്നെ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ റിവ്യൂസ് നോക്കിയാൽ തന്നെ അറിയാം. റിവ്യൂസ് തന്നെ അത്യാവശ്യം നല്ല റിവ്യൂ ആണല്ലേ? ഓരോ ആൾക്കാർ ഉപയോഗിച്ചിട്ട് അവർ എത്രമാത്രം അത് സന്തോഷാന്നുള്ളത് ഈ റിവ്യൂല് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഐഡിയയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്, ദീപു ചേട്ടൻ. ദീപു ചേട്ടന്റെ മോളും ഉണ്ട്, നേഹ അല്ലേ? മിലിൻ ഫുഡ്സിലേക്ക് ഞാൻ വരുന്നത് വരെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ ഒരു കർക്കിടക ലേഹ്യം മാത്രം ചെയ്യുന്നുണ്ടാണ്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് വേറെ കുറെ പ്രോഡക്ട്സ് കാണുന്നുണ്ട്. ശരിക്കും മിലിൻ ഫുഡ്സിന്റെ മുന്നോട്ടുള്ള പ്ലാനിംഗ് ഒക്കെ എന്തൊക്കെയാണ് വരുന്നത്? മിലിൻ ഫുഡ്സ് നമ്മൾ 3 വർഷമായിട്ട് ഫുഡ് പ്രൊഡക്ട്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ച് ഹണിയിലാണ് നമ്മൾ തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ നമ്മൾ ഹണിയിലാണ് തുടങ്ങിയത്. നാച്ചുറൽ ഹണിയിൽ തുടങ്ങി, ഫാമിംഗ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഐഡിയ ഇത് കിട്ടിയത്. ഒരു അടുക്കളയിൽ നിന്നല്ല ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി തുടങ്ങുന്നത്. ഒരു ഫുഡ് ശരിക്കും അടുക്കളയിൽ നിന്നല്ല, അടുക്കളയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങളിലോട്ട് ശ്രദ്ധിക്കാറുണ്ട്. അവിടെ ആ ആശയത്തിൽ നിന്ന് അവർ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുക എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ പിന്നീട് ഞാനൊരു മിലിൻ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു ഫുഡ് കൊടുക്കുക, നല്ല ഹോം മെയ്ഡ് ഒത്തൻറ്റിക് ഫുഡ്സുകൾ കൊടുക്കുക എന്നുള്ളൊരു നമ്മുടെ ഒരു പാഷനായി മാറി. അപ്പോൾ അതിലൂടെയാണ് ഈ കർക്കിടക ലേഹ്യം പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർക്കിടക ലേഹ്യം അതാണ്. അപ്പോൾ ഇത് നിർമ്മിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. മണിക്കൂറുകൾ വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ. 6-7 മണിക്കൂർ ഇല്ലാണ്ട് ഇത് നമുക്ക് വെറുതെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയാണ് നമ്മളിത് കർക്കിടക ലേഹ്യത്തിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇതുപോലെയുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡുകൾ, പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഫുഡുകൾ ഇറക്കുക എന്നുള്ളതാണ്, നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തൊക്കെയായിരിക്കും പ്രോഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിലവിൽ ഞങ്ങൾ ഹണി എല്ലാം കൊടുക്കുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ സ്പൈസസ്, ചില്ലി പൗഡർ, മസാല, കറി പൗഡർ, അതുപോലെ തന്നെ ഘീ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഹൈ ക്വാളിറ്റി നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കൊച്ചു സംരംഭത്തിലൂടെ
നമുക്ക് ഏകദേശം 6ഓളം പേരെ നമ്മുടെ ടീമിലോട്ട് ചേർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും മിലിൻ ഫുഡ്സ് വളർന്നു വരുമ്പോൾ ഒരു മിനിമം 50 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത്തരം വീടുകളിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്നത് അല്ലേ? തീർച്ചയായും. നമ്മുടെ കൂടെ ഒരു കുഞ്ഞു സംരംഭം കൂടിയുണ്ട്. ജസ്റ്റ് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, പപ്പയുടെ കൂടെ തന്നെ ഇങ്ങനെ ചേർന്ന് നിൽക്കേണ്ട ഒരു കാരണം എന്താ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നല്ല താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അപ്പയുടെ കൂടെ നിൽക്കുന്നത്. എന്തായാലും വരുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ള ഒരു കാര്യം. അത് മാത്രമല്ല, ഇന്നൊരു കുഞ്ഞു സംരംഭയാണെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരു വലിയൊരു സംരംഭമായിട്ട് മാറാൻ പോവാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇത്രയാണ് മിലിൻ ഫുഡ്സിന്റെ കർക്കിടക ലേഹ്യത്തിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയിലും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് ഡൗട്ട്സ് സംശയങ്ങളൊക്കെ ഉണ്ടായതോ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇത് കർക്കിടകത്തിൽ മാത്രം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലേഹ്യമല്ല, ഏത് സമയത്തും ഏത് മാസത്തിലോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ സ്മിത ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേര് ഇത് ഓർഡർ ചെയ്തിട്ട് ഡിലേ ആയിട്ടുണ്ടെന്നുള്ള ഒരു പരാതിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിന്റെ കാരണം നമ്മളിപ്പോൾ അറിഞ്ഞല്ലോ. ഇനി ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തേലും അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ട, വിളിക്കുക, നിങ്ങൾ സംസാരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.